എന്നും രാവിലെ ഭാര്യയുടെ കൈകൊണ്ടുള്ള ചായ കുടിക്കുന്ന ആളാണ് ഞാൻ. ഭാഗ്യലക്ഷ്മിക്ക് മറുപടിയുമായി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ്. നടി അൻസിബ ഹസനും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള വിവാദങ്ങളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പങ്കുവച്ച വീഡിയോയ്ക്ക് മറുപടിയുമായി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയ്ദേവ് രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ കുടുംബവുമായി പതിറ്റാണ്ടുകളുടെ ആത്മബന്ധമുള്ള ഭാഗ്യലക്ഷ്മിക്ക് എന്തെങ്കിലും ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നെങ്കിൽ വ്യക്തിപരമായി ഫോണിൽ വിളിക്കാമായിരുന്നുവെന്നും അതിനു പകരം പൊതുസമൂഹത്തിന് മുന്നിൽ വീഡിയോയുമായി വന്നത് മറുകക്ഷിയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന ധ്വനിയാണ് നൽകുന്നതെന്നും ജയ്ദേവ് കുറ്റപ്പെടുത്തി. തനിക്ക് നേരെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു യൂട്യൂബറുടെ വീട്ടിൽ കയറി മുഖത്ത് കരിയോയിലൊഴിച്ചും അടിച്ചുമാണ് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചതെന്നും അന്ന് പാലിക്കാത്ത മര്യാദയാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് എന്നും ജയ്ദേവ് പറയുന്നു. ഭാര്യയുടെ ചെലവിലാണ് ജീവിക്കുന്നത് എന്ന തരത്തിൽ വരുന്ന പരിഹാസങ്ങൾക്കും ജയ്ദേവ് മറുപടി നൽകി. ലക്ഷ്മിപ്രിയ ഇന്നറിയപ്പെടുന്ന നടിയാകുന്നതിന് മുമ്പ് സ്വന്തം കരിയർ പോലും മാറ്റിവെച്ച് കൂടെ നിന്ന ആളാണ് താനെന്നും ദമ്പതികൾ പരസ്പരം തണലാകുന്നതിൽ യാതൊരു നാണക്കേടുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മികച്ച രീതിയിൽ മ്യൂസിക് ക്ലാസുകൾ എടുക്കുകയും മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുള്ള താൻ നിലവിലും ജോലിക്ക് പോകുന്നുണ്ടെന്നും കുടുംബത്തിലെ 2 സ്ത്രീകൾക്ക് തണലായി തന്നെയാണ് ജീവിക്കുന്നതെന്നും ജയ്ദേവ് കൂട്ടിച്ചേർത്തു. ജയ്ദേവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് നമസ്തേ. നമ്മൾ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ വെച്ച് അവസാനമായി കണ്ടത്. സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ചേച്ചിയെ ഏറെ ആരാധനയോടും ബഹുമാനത്തോടും കൂടിയാണ് കാണുന്നത്. എപ്പോൾ കണ്ടാലും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാറുണ്ട്. ഞങ്ങളുടെ കുടുംബവുമായി അത്രയേറെ ആത്മബന്ധമുള്ള വീട്ടിലെ ഒരു മുതിർന്ന ചേച്ചിയെ പോലെയാണ്. സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. എന്റെ അമ്മയും ചേച്ചിയും ഒരുപാട് ഒരുമിച്ച് സിനിമകളിൽ ഡബ്ബ് ചെയ്തിട്ടുമുണ്ട്. ഇത്രയും അടുത്ത ബന്ധമുള്ള ചേച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളെ കുറിച്ചോ ലക്ഷ്മിപ്രിയയെക്കുറിച്ചോ എന്തെങ്കിലും ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ഫോണിൽ വിളിച്ച് വ്യക്തിപരമായി സംസാരിക്കാമായിരുന്നു. എവിടെയാണ് തെറ്റുപറ്റിയത്, എന്താണ് സത്യാവസ്ഥ എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ചേച്ചിക്കുണ്ട്. ഞാൻ ചേച്ചിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്പർ മാറിയത് കൊണ്ടാകാം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ മറുപടി നൽകേണ്ടി വന്നത്. ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു വീഡിയോ പങ്കുവച്ചപ്പോൾ അത് മറുകക്ഷിയെ അനുകൂലിക്കുന്ന രീതിയിലായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. മുൻപ് ലക്ഷ്മിക്കെതിരെ നിരന്തരം നെഗറ്റീവ് വീഡിയോകളും കടുത്ത വ്യക്തിഹത്യകളും ഉണ്ടായപ്പോൾ ചേച്ചി ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല. ഇപ്പോൾ ചേച്ചി വന്ന് ലക്ഷ്മിയോട് മടങ്ങി ഒതുങ്ങി ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്നു. തനിക്ക് നേരെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു യൂട്യൂബറുടെ വീട്ടിൽ കയറി മുഖത്ത് കരിയോയിലൊഴിച്ചും അടിച്ചുമാണ് ചേച്ചി അന്ന് പ്രതികരിച്ചത്. അന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ചിരുന്നു, പോലീസിൽ പരാതിപ്പെടാമായിരുന്നില്ലേ, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന്. അന്ന് ചേച്ചി പാലിക്കാത്ത മര്യാദയാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സ്വന്തം വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആർക്കാണെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെടും. കാരണം നമ്മളാരും സന്യാസം പരിശീലിക്കുന്നവരല്ല, സാധാരണ മനുഷ്യരാണ്. സത്യസന്ധമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാവൂ. എന്നാൽ ലക്ഷ്മിപ്രിയ ബാറിൽ പോയി മദ്യപിച്ചു എന്ന് പറയുന്നവർ അതിനൊരു തെളിവ് പോലും പുറത്തുവിടാതെ വെറും പോസ്റ്റുകൾ മാത്രമാണ് കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇന്ന് പലരുടെയും വരുമാന മാർഗമാണ്. പ്രശസ്തരായ ആളുകളെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് വലിയ വരുമാനം ലഭിക്കുന്നുണ്ട്. അതിനായി അവർ ആളുകളെ നിരന്തരം വേട്ടയാടും. ഞങ്ങൾക്ക് വലിയ ബിനാമി മാഫിയ ബന്ധങ്ങളുണ്ടെന്നാണ് ചിലർ ആരോപിക്കുന്നത്. സിനിമയിൽ പഴയ കള്ളക്കടത്ത് വില്ലൻ കഥാപാത്രങ്ങളായ ഗഫൂർക്കയോടും ബാലങ്ക നായരോടും ജോസ് പ്രകാശിനോടുമൊക്കെയാണ് ഞങ്ങൾക്ക് മാഫിയ ബന്ധമുള്ളതെന്ന് ഞാൻ തമാശയായി പറയേണ്ടി വരും. ഇത്രയും വലിയ മാഫിയ ബന്ധങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇപ്പോഴും ചെറിയ ശമ്പളത്തിന് ജോലിക്ക് പോകുന്നത്? എനിക്ക് വീട്ടിൽ സുഖമായി ഇരുന്നാൽ പോരെ? രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഞാൻ അധ്വാനിക്കുന്നത് കാറിലല്ല. മൈലേജ് കുറവായതുകൊണ്ട് വെയിലും മഴയും കൊണ്ട് ബൈക്കിലാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും ആരോപിക്കാം. അതിൽ എനിക്ക് ദുഃഖമില്ല. ഒരാളെക്കുറിച്ച് പറഞ്ഞ ആളുകൾക്ക് ബോറടിക്കുമ്പോൾ അവർ അടുത്ത ആളെ തേടിപ്പോവും. മറ്റുള്ളവരെ പരിഹരിച്ച് പണം ഉണ്ടാക്കാൻ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. എന്റെ ചാനലിലെ വീഡിയോകൾ നോക്കിയാൽ അതറിയാം. പലരും ആരോപിക്കുന്നത് ഞാൻ ഭാര്യയുടെ ചിലവിലാണ് ജീവിക്കുന്നത് എന്നാണ്. ലക്ഷ്മിപ്രിയ ഇന്നറിയപ്പെടുന്ന നടിയാകുന്നതിന് മുൻപ് അവളുടെ കരിയറിന് വേണ്ടി സ്വന്തം ജോലി പോലും കളഞ്ഞു കൂടെ നിന്ന ആളാണ് ഞാൻ. അഭിനയമാണ് നിന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞ് അവളെ ലൊക്കേഷനുകളിൽ കൊണ്ടുപോയിരുന്നതും തിരികെ എത്തിച്ചിരുന്നതും ഞാനാണ്. ഉറക്കമൊഴിഞ്ഞു വണ്ടി ഓടിച്ചും കഠിനാധ്വാനം ചെയ്തും 2 പേരും ഒരുമിച്ചാണ് ഈ നിലയിലെത്തിയത്. ഞാൻ മുൻപ് മികച്ച രീതിയിൽ മ്യൂസിക് ക്ലാസുകൾ എടുക്കുകയും റേഡിയോ നാടകങ്ങൾ എഴുതുകയും സഹസംവിധായകനായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളയാളാണ്. മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രൊഡ്യൂസറായും കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ ജോലി ചെയ്തിട്ടുമുണ്ട്. നിലവിൽ അമൃതയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. വീട്ടിൽ 2 സ്ത്രീകളാണുള്ളത്, ഭാര്യയും മകളും. അവർക്ക് തണലായി നിന്ന് വീട്ടുജോലികളിൽ സഹായിക്കുകയും അതേസമയം രാവിലെ ജോലിക്ക് പോവുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കാറുമുണ്ട്.
അതുകൊണ്ട് ഞാൻ ഭാര്യയുടെ ചെലവിൽ കഴിയുന്നവനാണ് എന്ന് പറയുന്നവർ ഈ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അഭിമാനത്തോടെയും ആത്മസമ്മേനത്തോടെയും ജീവിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. എനിക്ക് എത്ര വിഷമമുണ്ടായാലും അത് പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ട് നേരിടാനാണ് എനിക്കിഷ്ടം. ഈ പ്രശ്നങ്ങളെല്ലാം നിയമപരമായി നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. നാളെ എനിക്കൊരു അപകടം പറ്റി അടുത്ത 5 വർഷത്തേക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ പ്രായമായ അച്ഛനമ്മമാരെ ഇനി നമുക്ക് ആശ്രയിക്കാൻ കഴിയില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഭാര്യയാണ് ഭർത്താവിന് തണലാകേണ്ടത്. തിരിച്ചു ഭാര്യയ്ക്കാണ് അങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ ഭർത്താവാണ് നോക്കേണ്ടത്. ഭർത്താവിന്റെ ചെലവിൽ ജീവിക്കുന്ന എത്രയോ ഭാര്യമാർ നമുക്കിടയിലുണ്ട്. അതിനെക്കുറിച്ച് ആരും ആക്ഷേപിക്കാറില്ലല്ലോ. ദമ്പതികൾ പരസ്പരം തണലായി ജീവിക്കുന്നതിൽ യാതൊരുവിധ നാണക്കേടും വിചാരിക്കേണ്ടതില്ല. അയൽക്കാരന്റെ ചെലവിൽ ജീവിക്കുമ്പോഴാണ് ഒരാൾക്ക് നാണക്കേട് തോന്നേണ്ടത്. ഭാഗ്യലക്ഷ്മി ചേച്ചി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചപ്പോൾ അത് വസ്തുതകൾ പൂർണ്ണമായി മനസ്സിലാക്കാതെ ഒരു ഭാഗത്തേക്ക് മാത്രം ചാഞ്ഞുള്ള പ്രതികരണമായി പോയി. ചേച്ചിക്കറിയാത്ത പല കാര്യങ്ങളും ഇതിന് പിന്നിലുണ്ട്. വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരാളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നാൽ ഒടുവിൽ അവരുടെ ആത്മസമ്മേനം നഷ്ടപ്പെടും. മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പലതും ഹൃദയം പൊട്ടി പുറത്തു പറഞ്ഞു പോയെന്ന് വരാം. പണം മുടക്കി ആളുകളെ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അധിക്ഷേപിക്കുമ്പോൾ ആർക്കാണെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെടും. ഇത്തരം വിവാദങ്ങളിൽ പോലീസ് കേസുകളോ കോടതി നടപടികളോ ഉണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നവരെ കാത്തിരിക്കാനുള്ള മര്യാദയും ക്ഷമയും പൊതുസമൂഹം കാണിക്കണം.